ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. എല്ലാവരും കീം എഴുതിയ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ഒരു കാര്യമാണ് സുപ്രീം കോടതിയുമായി ബന്ധപ്പെട്ട കേസിന്റെ അപ്ഡേറ്റ് എന്തായി. അപ്പോൾ ഇന്ന് അത് പരിഗണിക്കുന്നു, ഹർജി കൊടുത്തിരിക്കുന്നു എന്ന വാർത്ത ഇന്നലെ തന്നെ വന്നതാണ്. അതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിശദാംശങ്ങൾ അറിയാൻ വേണ്ടി വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ച് സ്റ്റേറ്റ് സിലബസിലെ വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം. അപ്പോൾ പ്രധാനമായിട്ടും ആ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കീം വി നീഡ് ജസ്റ്റിസ് എന്ന് പറയുന്ന ആ പ്രത്യേക വാട്സാപ്പ് ഗ്രൂപ്പ് തുടങ്ങുകയും അതിൽ തന്നെ അജാസ് സാറിനെ പോലുള്ളവർ മുൻകൈയെടുത്ത് ആ ഒരു യൂണിയനെ തന്നെ സുപ്രീം കോടതിയിൽ ഒരു ഹർജി കൊടുക്കുന്ന തരത്തിലേക്ക് എത്തിച്ചതാണ്. പ്രധാനമായിട്ടും ചൂണ്ടിക്കാട്ടുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ, ഒന്ന്, ഇപ്പോൾ പുതുക്കിയ റാങ്ക് പട്ടിക വാലിഡ് അല്ല, അതെന്തായാലും റദ്ദാക്കണം എന്ന തരത്തിൽ തന്നെയാണ്. അതായത് പഴയ ആ ഒരു രീതിയിലേക്ക്, പഴയ ആദ്യം വന്ന റാങ്ക് ലിസ്റ്റിലേക്ക് തന്നെ പോകണം. അല്ലാതെ ഈ ഒരു സ്കീം മുഴുവനായിട്ട് റദ്ദാക്കണമെന്നോ റീപബ്ലിഷ് ചെയ്യണമെന്നോ എന്നൊരു വാദമൊന്നുമല്ല. പ്രധാനമായിട്ടും ഈ പുതുക്കിയ റാങ്ക് പട്ടിക അത് സ്റ്റേറ്റ് സിലബസുകാരെ സംബന്ധിച്ച് 27ഓളം മാർക്ക് ഒറ്റയടിക്ക് പിറകിലോട്ട് പോയി. പ്രത്യേകിച്ച് റിപ്പീറ്റഡ് വിദ്യാർത്ഥികൾ എടുക്കുമ്പോൾ അത്തരത്തിൽ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഈ ഒരു ഹർജി പോയിരിക്കുന്നത്. ഇതിന്റെ രണ്ട് പ്രധാനപ്പെട്ട സാധ്യതകൾ എന്ന് പറയുന്നത്, ഒന്ന്, വിദ്യാർത്ഥികളുടെ വാദം കോടതി കേട്ടുകൊണ്ട് അതിലൊരു തീരുമാനം ഉണ്ടാകുക എന്നാണ്. അതായത് ഈ ഡിവിഷൻ ബെഞ്ച് ആയിക്കോട്ടെ, അത് കഴിഞ്ഞുള്ള ഹൈക്കോടതി ഇടപെടില്ലാതിരുന്നതിനെയെല്ലാം ഒരു മേൽക്കോടതി എന്ന നിലയിൽ സുപ്രീം കോടതിക്ക് സ്റ്റേ ചെയ്യാനും ഇപ്പോൾ പുതുക്കി വന്നിരിക്കുന്ന ഒരു റാങ്ക് പട്ടികയെ ഇൻവാലിഡ് ആക്കാനും അസാധുവാക്കുവാനും സുപ്രീം കോടതിക്ക് കഴിയും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു പക്ഷേ കോടതി ഇതിൽ ഒബ്സർവ് ചെയ്തുകൊണ്ട് ആദ്യം തന്നെ പ്രോസ്പെക്ടസിൽ പറഞ്ഞ രീതിയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്, അതുകൊണ്ട് ഇടപെടാൻ കഴിയില്ല എന്നൊരു വാദവും ചിലപ്പോൾ വന്നേക്കാം. രണ്ട് സാധ്യതയുണ്ട്. എന്തായാലും നമ്മുടെ കോടതിയുടെ കീഴിലുള്ള ഈ ഒരു കേസ്, ഈ ഒരു ഹർജി ഓൾറെഡി അവര് കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ കോടതി വാദം കേൾക്കുകയാണ്. അപ്പോൾ അതിൽ പ്രധാനമായും പ്രശാന്ത് ഭൂഷൺ ഉൾപ്പെടെയുള്ളവർ അപ്പിയർ ചെയ്യും എന്ന് ഇന്നലെ തന്നെ നമ്മളോട് പറഞ്ഞതാണ്. ഏഷ്യാനെറ്റ് ന്യൂസ് വഴിയും മറ്റു മാധ്യമങ്ങൾ വഴിയും പങ്കുവച്ചതുമാണ്. അപ്പോൾ എന്തായാലും സ്റ്റേറ്റ് സിലബസിലെ വിദ്യാർത്ഥികൾ ഇതിന് ഒരു നീതി കാത്തിരിക്കുകയാണ്. പക്ഷെ അപ്പോൾ പോലും പല വിദ്യാർത്ഥികളും എനിക്ക് റാങ്ക് കൂടിയിട്ടുണ്ട്, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, എന്തായാലും ഈ അഡ്മിഷൻ പ്രൊസീജിയർ നടക്കട്ടെ എന്ന് പറയുന്നു. നമ്മുടെ കേരള സർക്കാർ, ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് എന്ത് നയമാണ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ തീർച്ചയായിട്ടും പഴയ രീതിയിൽ വന്നു കഴിഞ്ഞു. ഇതിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, കോടതി ഇടപെട്ടു. പക്ഷെ വിദ്യാർത്ഥികൾ, സുപ്രീം കോടതിയിൽ പോയ വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നത് സർക്കാരിന്റെ പിന്തുണ തന്നെയാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തന്നെ നമുക്ക് ഒരുപക്ഷെ ഏറ്റവും പുതിയ വാർത്തകൾ വന്നേക്കാം ഇതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ എല്ലാവിധ അപ്ഡേറ്റുകളും നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. നിലവിൽ ഈ ഒരു കേസിന്റെയും ഈ കൊടുത്ത ഹർജിയുടെയും അവസ്ഥ എന്ന് പറയുന്നത് വാദം കേൾക്കാൻ പോകുന്നു. സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരുപക്ഷെ ഇടപെടലൊന്നും ഉണ്ടായേക്കില്ല. അല്ലെങ്കിൽ എന്താണ്, ഇത്തരത്തിൽ ഒരു ശുഭപ്രതീക്ഷയുടെ വാർത്ത, അതും മുഴുവനായി റദ്ദാക്കലല്ല, നമ്മുടെ ആവശ്യം വളരെ സ്പെസിഫിക് ആണ്. പുതുക്കിയ റാങ്ക് പട്ടിക ഇൻവാലിഡ് ആക്കുക എന്ന ഒരു കാര്യമാണ്. അത് പല മാർക്കുകളും വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരിക്കും കോടതിയിൽ സമീപിക്കാൻ, അതായത് കോടതിയിൽ അപ്പിയർ ചെയ്യാൻ പോകുന്നത്. അതിൽ കോടതിയുടെ തീരുമാനം വളരെ വളരെ ക്രൂഷ്യൽ ആയിരിക്കും. കാരണം ഇപ്പോൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ വിളിച്ചു കഴിഞ്ഞിരിക്കുന്നു. ജൂലൈ 16 വരെയാണ് നമുക്ക് ആ ഒരു സമയം അനുവദിച്ചിട്ടുള്ളത്. ഇതിനിടയിൽ എന്തെങ്കിലും ഒരു മാറ്റം ഈ ഒരു റാങ്ക് പട്ടികയുമായി ബന്ധപ്പെട്ട് വന്നാൽ, ഒരു ഇൻവാലിഡ് ആ രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ ചെയ്തിരിക്കുന്ന ഓപ്ഷൻ രജിസ്ട്രേഷനും സാധാരണ ഇൻവാലിഡ് ആവാനുള്ള ഒരു സാധ്യതയുണ്ട്. കാത്തിരിക്കാം. ഏറ്റവും പുതിയ വാർത്തകൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഏറ്റവും പുതിയ വാർത്തകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.